എനിക്ക് വയ്യ അച്ചേട്ടാ, വേദനിക്കുന്നു. ഞാൻ ചത്തുപോവും. ഒന്നുമില്ലടാ, നമ്മുടെ വാവയ്ക്ക് വേണ്ടിയല്ലേ. അബിയോടൊപ്പം ഹർഷന്റെ കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ട്. എനിക്ക് പറ്റുന്നില്ല അച്ചേട്ടാ. ഹർഷന്റെ കൈകളിലേക്ക് അബി മുറുകെ പിടിച്ചു. ലേബർ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് കൂടെ വരാം, ഡോക്ടർ ലേബർ റൂമിന്റെ പുറത്തുനിന്ന് പറഞ്ഞതും അപ്പോൾ തന്നെ നഴ്സുമാർ അബിയെയും കൂട്ടി ലേബർ റൂമിലേക്ക് പോയി. ഒപ്പം അവരുടെ പിറകിലായി ഹർഷനും വന്നു. നിമിഷങ്ങൾ കഴിയുന്തോറും ലേബർ റൂമിന്റെ പുറത്തു നിൽക്കുന്നവർക്ക് ടെൻഷൻ കൂടി വന്നു. അനു നിറവയറുമായി അർജുന്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. കല്യാണം കഴിഞ്ഞ് 2 മാസം അടുക്കുമ്പോഴേക്കും അനു പ്രഗ്നന്റായി. അനുവിന് ഇത് 7ാം മാസമാണ്. എനിക്കും പേടിയാവുന്നു അർജുവേട്ടാ. എന്തിന്? കുറുമ്പോടെ അർജുൻ അനുവിനെ നോക്കി. അവൾ അവന് മറുപടി നൽകാതെ തന്റെ ഉന്തിയ വയറിലേക്ക് കൈ ചേർത്ത് വെച്ചു. ഡാ, എല്ലാ സ്ത്രീകളും അനുഭവിച്ചു പോരുന്ന ഒരു വേദനയാണ് പ്രസവവേദന. മാതൃത്വം അങ്ങനെയാ. 10 മാസം കുഞ്ഞു ജീവനെ വയറ്റിലിട്ട് ലോകത്തെ ഏറ്റവും വലിയ വേദന സഹിച്ച് അതിനെ പുറത്തേക്ക് കൊണ്ടുവരും. ഇപ്പോൾ അനുഭവിക്കുന്ന വേദനയല്ല, ആ കുഞ്ഞിനെ നമ്മുടെ കയ്യിലേക്ക് കിട്ടില്ലേ, ആ നിമിഷം ഓർത്താൽ തന്നെ നമ്മുടെ പകുതി വേദനയും മാറിക്കിട്ടും. അനുവിനെ ആശ്വസിപ്പിക്കാൻ എന്നോണം അർജുൻ പറഞ്ഞതും അവൾ അവന്റെ ചുമലിലേക്ക് ചെറു പുഞ്ചിരിയോടെ തല ചേർത്ത് വെച്ചു. ഒപ്പം തന്റെ ഉദരത്തെ തഴുകുകയും ചെയ്തു. ലേബർ റൂമിലേക്ക് അബിയെ കൊണ്ടുപോയിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. നന്ദിനിയുടെയും ജാനകിയുടെയും രാജേന്ദ്രന്റെയും ഒക്കെ മുഖത്ത് വല്ലാത്ത ടെൻഷൻ നിറഞ്ഞിട്ടുണ്ട്. മീനാക്ഷിയും മാധവനും ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടില്ല. പൂജയുടെയും ചന്തുവിന്റെയും കല്യാണം കഴിഞ്ഞിട്ട് 3 ദിവസമായതേ ഉള്ളൂ. രണ്ടുപേരും ഹണിമൂൺ ആഘോഷിക്കാൻ മണാലിയിലേക്ക് പോകാൻ വേണ്ടി അവരെ എയർപോർട്ടിലേക്ക് കൊണ്ടുവിടാൻ പോയിരിക്കുകയാണ് മീനാക്ഷിയും മാധവനും. അവർ പോയി കുറച്ചു സമയം കഴിഞ്ഞപ്പോഴാണ് തറവാട്ടിൽ വെച്ച് അബിക്ക് പെയിൻ തുടങ്ങിയത്. പിന്നെ ഒന്നും നോക്കിയില്ല. തറവാട്ടിലുള്ളവരെല്ലാം അബിയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്നതായിരുന്നു. അഭിനയ പ്രസവിച്ചു, ആൺകുട്ടിയാണ്. സിസ്റ്റർ പുറത്തേക്ക് വന്ന് വിളിച്ചു പറഞ്ഞതും സിസ്റ്ററിന്റെ പിറകെ ഹർഷൻ പുറത്തേക്ക് വന്നതും ഒരുമിച്ചായിരുന്നു. അവന്റെ കണ്ണുകളിൽ സന്തോഷം കൊണ്ട് കണ്ണുനീർ നിറഞ്ഞിട്ടുണ്ട്. അവൻ വേഗം വന്ന് നന്ദിനിയുടെ കയ്യിലേക്ക് പിടിച്ചു. അമ്മേ, എന്റെ കുഞ്ഞ്. ഹർഷന്റെ സന്തോഷം അവിടെയുള്ള എല്ലാവരിലും എത്തി. എന്തെന്നാൽ അവൻ കണ്ടതാണ് കുഞ്ഞു വരുന്ന ഓരോ നിമിഷങ്ങളും. അബി അനുഭവിക്കുന്ന പിടച്ചിലിനൊപ്പം തന്റെ അമ്മയെയും ഹർഷൻ ഓർത്തുപോയി. പിന്നീട് കുഞ്ഞിനായുള്ള കാത്തുനിൽപ്പായിരുന്നു എല്ലാവരും. സമയം നീങ്ങിയതും പിങ്ക് നിറത്തിലുള്ള ടർക്കിയിൽ പൊതിഞ്ഞൊരു കുഞ്ഞുവാവയെ സിസ്റ്റർ പുറത്തേക്ക് കൊണ്ടുവന്നു. 2 മണിക്കൂർ കഴിഞ്ഞാൽ അഭിനയെ റൂമിലേക്ക് മാറ്റും. കുഞ്ഞിനെ എല്ലാവരും കണ്ടതിന് ശേഷം തന്നോളൂ. 2 മണിക്കൂർ കഴിഞ്ഞാൽ അമ്മയെയും കുഞ്ഞിനെയും റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. പറയുന്നതിനോടൊപ്പം കുഞ്ഞിനെ ഹർഷന്റെ കൈകളിലേക്ക് സിസ്റ്റർ കൊടുത്തു. തന്റെ മകൻ, തന്റെയും അബിയുടെയും മകൻ. ഹർഷൻ സ്നേഹത്തിൽ പൊതിഞ്ഞൊരു ചുംബനം ആ കുഞ്ഞിന്റെ നെറുകയിലേക്ക് നൽകി. സന്തോഷ കണ്ണുനീരാൽ തന്റെ കുഞ്ഞിന്റെ നെറുകയിൽ മുത്തം നൽകുന്നതിനോടൊപ്പം ഹർഷൻ തന്റെ അമ്മയെയും നിറമിഴികളോടെ നോക്കി. അമ്മ എന്ന വാക്കിന്റെ യഥാർത്ഥ പദം അല്പം മുമ്പ് തന്റെ ഭാര്യയിലൂടെ അറിഞ്ഞവനാണ് ഹർഷൻ. തന്റെ കുഞ്ഞിനെ 10 മാസം ഉദരത്തിൽ ചുമന്ന് ഏറ്റവും വലിയ വേദനയോടെ ആ കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുവന്നവൾ. ഹർഷന് തന്റെ അമ്മയെ ഓർത്തപ്പോഴും അഭിമാനം തോന്നി. തന്റെ അമ്മയെ മാത്രമല്ല, ലോകത്തിലെ എല്ലാ അമ്മമാരെയും. പിന്നീട് ഓരോരുത്തരായി കുഞ്ഞിനെ വന്ന് തൊടുകയും തലോടുകയും ചെയ്തു. അല്പസമയം കഴിഞ്ഞപ്പോൾ നഴ്സ് വന്ന് ആ കുഞ്ഞിനെ തിരികെ ലേബർ റൂമിലേക്ക് തന്നെ കൊണ്ടുപോയി. പിന്നീട് കാത്തുനിൽപ്പിന്റെ ഓരോ നിമിഷങ്ങളുമായിരുന്നു. അബിയെ ഒന്ന് കാണാനായി ഹർഷന്റെ ഉള്ളം തുടിച്ചു. സമയം മുന്നോട്ട് നീങ്ങാത്തതുപോലെ അവന് തോന്നി. തന്റെ ജീവിതത്തിലേക്ക് പല മാറ്റങ്ങളും കൊണ്ടുവന്നവൾ, ഉൾക്കൊള്ളാൻ പറ്റാത്തിടത്തു നിന്നും പ്രണയത്തിലേക്ക് വഴിതിരിച്ചവൾ, എല്ലാം നഷ്ടമായിടത്തു നിന്നും തിരികെ എല്ലാം തന്നിലേക്ക് തന്നെ എത്തിച്ചവൾ, നാടകക്കാരിയായി വന്ന് തന്റെ കുഞ്ഞിന്റെ അമ്മയായി മാറിയവൾ. ഓരോ നിമിഷവും അവന്റെ ചിന്തകളിലേക്ക് അബി തന്നെയായിരുന്നു കടന്നു വന്നത്. 2 വർഷം കൊണ്ട് തന്റെ ജീവിതത്തിൽ വന്നുപോയ മാറ്റങ്ങൾ, സാഹചര്യങ്ങൾ, എന്തിന് താൻ എന്ന വ്യക്തിയെപ്പോലും മാറ്റിയെടുത്ത വർഷങ്ങൾ. എന്തിലുപരി ഈ സമയം അവൻ ഓർക്കുന്നത് അബിയെ മാത്രമാണ്. തന്നെ താനാക്കി മാറ്റിയ അബിയെ മാത്രം. അഭിനയെ റൂമിലേക്ക് മാറ്റുകയാണ്. നഴ്സ് വന്ന് പറഞ്ഞതും എല്ലാവരും പ്രതീക്ഷയോടെ അവൾക്ക് വേണ്ടി കാത്തുനിന്നു. അല്പസമയം കഴിഞ്ഞതും അറ്റൻഡറും നഴ്സും കൂടി അഭിനയെയും കുഞ്ഞിനെയും റൂമിലേക്ക് മാറ്റി. റൂമിൽ എല്ലാവരും ഉണ്ട്. കുഞ്ഞിനെ കാണാനും അബിയെ പരിപാലിക്കാനും മത്സരിക്കുകയാണ് എല്ലാവരും. തറവാട്ടിലെ ആദ്യത്തെ കൺമണി വന്നതിലുള്ള സന്തോഷം എല്ലാവർക്കും ഉണ്ട്. അതിനിടയിൽ ഹർഷന് അബിയെ തനിച്ചെന്ന് കിട്ടിയതുപോലുമില്ല. തന്റെ പെണ്ണിനെ തന്നോട് അടക്കി പിടിക്കാൻ അവന് ആഗ്രഹം തോന്നി. അവളുടെ നെറുകയിൽ ഒരു മുത്തം നൽകാൻ അവന് ആഗ്രഹം തോന്നി. പക്ഷേ ഇവിടെ വെച്ച് നടക്കില്ലെന്ന് അവന് ഉറപ്പായിരുന്നു. ഇന്ന് ഡിസ്ചാർജായി തറവാട്ടിലേക്ക് പോവുകയാണ്. അതിനിടയിൽ അബിയും ഹർഷനും കണ്ണുകൾ കൊണ്ട് സംസാരിച്ചെങ്കിലും അവനെ ഒന്ന് അവളുടെ അടുത്തേക്ക് ചേർന്നിരിക്കാൻ പോലും കഴിഞ്ഞില്ല. ബന്ധുക്കളും ഫ്രണ്ട്സും എല്ലാവരും കുഞ്ഞിനെയും അമ്മയെയും കാണാൻ വരികയായിരുന്നു. അർജു, ഹർഷൻ ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ട്. നീ ഒന്ന് പോയി നോക്കുമോ? ആ ബില്ല് കൂടി ഒന്ന് സെറ്റിൽ ചെയ്യാൻ പറഞ്ഞേ. എല്ലാം റെഡിയാക്കി വെച്ചു. ഇനി ബില്ലും കൂടി സെറ്റിലായാൽ നമുക്ക് പോകാം.
എടുത്തു വെച്ച ബാഗിലേക്കും മറ്റു സാധനങ്ങളിലേക്കും നോക്കിക്കൊണ്ട് രാജേന്ദ്രൻ പറഞ്ഞു. തറവാട്ടിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്നുണ്ടെന്നറിഞ്ഞതും അർജുൻ ഹോസ്പിറ്റലിലേക്ക് വന്നതാണ്. എന്നാൽ റൂമിൽ കയറിയതും രാജേന്ദ്രൻ പറയുകയായിരുന്നു. ആ, ഞാൻ പറയാം മാമേ. രാജേന്ദ്രനോട് പറയുന്നതിനോടൊപ്പം അബിയെയും കുഞ്ഞിനെയും ഒന്ന് നോക്കിക്കൊണ്ട് അർജുൻ ഡോക്ടറുടെ റൂം ലക്ഷ്യമാക്കി നടന്നു. പെട്ടെന്ന് എതിരെ വന്നയാളുടെ ദേഹത്ത് തട്ടി അർജുൻ വീഴാൻ പോയി. ഓ സോറി. അർജുൻ വീഴാൻ പോയതും അവൻ്റെ കൈകളിൽ ബലിഷ്ഠമായ കൈകളുടെ പിടുത്തം വീണു. ഇറ്റ്സ് ഓക്കെ, അർജുൻ പറയാൻ തുടങ്ങിയതും അപ്പോഴായിരുന്നു തൻ്റെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയുടെ മുഖം അവൻ കാണുന്നത്. ACP അലക്സ് പോൾ. യെസ്, യുവർ ഗുഡ് നെയിം. തീർത്തും ഗൗരവമായിരുന്നു ACPയുടെ മുഖത്ത്. അർജുൻ മാധവ്. സാർ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അർജുൻ പറഞ്ഞതും സംശയത്തോടെ ACP നെറ്റിച്ചുളിച്ചു. സാർ, CI ചന്തുനാഥ് കല്യാണം കഴിച്ചിരിക്കുന്നത് എൻ്റെ സഹോദരിയാണ്. ACPയുടെ മുഖത്തെ സംശയം വ്യക്തമാവാൻ വേഗം കാര്യം പറഞ്ഞു. അപ്പോൾ എന്നെ കല്യാണത്തിന് കണ്ടതായിരിക്കുമല്ലേ? ഗൗരവത്തിൽ നിന്നും ആ മുഖം പതിയെ ചെറുപുഞ്ചിരിയിലേക്ക് വന്നിട്ടുണ്ട്. സാർ എന്താ ഇവിടെ? കേസ് അന്വേഷണത്തിന് വല്ലതും? നോ, എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ്. മന്ത്ലി ചെക്കപ്പിന് വന്നതായിരുന്നു. ഓക്കെ, നൈസ് ടു സീ യു. ഓക്കെ സാർ. രണ്ടുപേരും പരസ്പരം പുഞ്ചിരിച്ചുകൊണ്ട് ഇരുദിശയിലേക്കും നടന്നു. നീ ഇങ്ങ് വന്നോ? ബിൽ സെറ്റിൽ ചെയ്യാൻ റിസപ്ഷനിൽ പോകാൻ പറഞ്ഞിട്ടുണ്ട്. അർജുൻ മുന്നോട്ട് നടക്കുമ്പോഴായിരുന്നു ഹർഷൻ വരുന്നത് കണ്ടത്. അതൊക്കെ ഞാൻ ക്ലിയർ ചെയ്തു. നീ ഇപ്പോൾ ആരോടാ സംസാരിച്ചത്? ഇയാൾ ചന്തുവിൻ്റെ കല്യാണത്തിന് വന്നതല്ലേ? എതിർദിശയിലേക്ക് പോകുന്ന ACPയെ നോക്കിക്കൊണ്ട് ഹർഷൻ അർജുനോട് ചോദിച്ചു. ആ, ACPയാ. നീ വാ, എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹർഷന് മറുപടി നൽകുന്നതിനോടൊപ്പം അവർ റൂമിലേക്ക് നടന്നു. അതേസമയം എതിർദിശയിലേക്ക് നടന്നു പോകുന്ന ACPയെ ഹർഷൻ ഒന്ന് തിരിഞ്ഞു നോക്കുകയും ചെയ്തു. അതേസമയം തന്നെ ACP അലക്സ് പോളും അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി. രണ്ടുപേരുടെയും നോട്ടമിടഞ്ഞതും രണ്ടുപേരും മുഖം തിരിച്ച് മുന്നോട്ടേക്ക് നടന്നുപോയി. കുഞ്ഞിനെയും അമ്മയെയും കൊണ്ട് എല്ലാവരും തറവാട്ടിലേക്കെത്തി. വർഷങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞ് അതിഥി ആ തറവാട്ടിലെത്തിയതിൻ്റെ സന്തോഷം എല്ലാവരിലുമുണ്ട്. ആ കുഞ്ഞിൻ്റെ കരച്ചിൽ ചീലുകൾ പോലും എല്ലാവരും ആസ്വദിക്കുന്നു, മത്സരിച്ചതിനെ സ്നേഹിക്കുന്നു. അബി, ബെഡിൽ കിടക്കുന്നവളുടെ അടുത്തേക്ക് ഹർഷൻ വന്നിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തൻ്റെ പെണ്ണിനെ തനിക്ക് തനിച്ചു കിട്ടിയതിലുള്ള സന്തോഷം നല്ലതുപോലെ ഉണ്ട് അവനിൽ. അച്ചേട്ടാ, നമ്മുടെ വാവ. സന്തോഷം കൊണ്ട് അബിയുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. ദേ, എല്ലാവരും മാറി മാറി എടുക്കുന്നുണ്ട്. അതിന് വിശക്കുമ്പോൾ മാത്രം നിന്റെ കയ്യിലേക്ക് കൊണ്ടുതരും. ചെറുപുഞ്ചിരിയോടെ ഹർഷൻ പറഞ്ഞതും അതേ പുഞ്ചിരി അബിയിലും ഉണ്ടായി. എന്തെന്നാൽ ഹോസ്പിറ്റലിൽ വെച്ച് അവൾ കണ്ടതാണ് തൻ്റെ കുഞ്ഞിനെ നിലത്ത് വയ്ക്കാതെ സ്നേഹിക്കുന്ന 3 അമ്മമാരും അച്ഛന്മാരെയും. അബി, ഹർഷൻ താളത്തിൽ വിളിച്ചു. അബി അതേ താളത്തിൽ മൂളി. എന്തൊക്കെയോ എനിക്ക് നിന്നോട് പറയണമെന്നുണ്ട്, പക്ഷേ കഴിയുന്നില്ല. ചില വാക്കുകൾ മറവിക്ക് വിട്ടതുപോലെ. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പ്രണയത്തോടെ വാത്സല്യത്തോടെ പറയുന്നവനെ അവൾ നോക്കി. എന്താ അച്ചേട്ടാ? ഹേയ്, ഒന്നുമില്ല, താങ്ക്സ് പറയുന്നതിനോടൊപ്പം അവളുടെ കൈകൾ പിടുത്തമിട്ട് കൊണ്ടവൻ അവളുടെ നെറുകയിൽ ഒരു മുത്തമങ്ങ് നൽകി. എന്തിനാ അച്ചേട്ടാ താങ്ക്സ്? ചോദ്യത്തോടെ തൻ്റെ നെറുകയിൽ മുത്തം നൽകി തന്നെ പുഞ്ചിരിയോടെ നോക്കുന്നവനെ അവൾ നോക്കി. എല്ലാത്തിനും. എന്നെ സഹിച്ചതിന്, ഞാൻ നൽകിയ വേദനകൾ മറന്നതിന്, പുതിയൊരു ജീവിതം എനിക്ക് തന്നതിന്, എല്ലാവരുടെയും ഇടയിൽ പഴയ ഹർഷനായി ജീവിക്കാൻ പ്രാപ്തമാക്കിയതിന്, പ്രണയം നിറച്ചതിന്, പെണ്ണിനെ അറിഞ്ഞതിന്, എല്ലാത്തിനും താങ്ക്സ്. സ്പെഷ്യലി എൻ്റെ വാവയെ എനിക്ക് തന്നതിന്. വീണ്ടും അവളുടെ നെറുകയിൽ മുത്തം നൽകിക്കൊണ്ട് ഹർഷൻ പറഞ്ഞതും അവളുടെ ചുണ്ടിൽ പുഞ്ചിരിയും കണ്ണുകളിൽ നീർത്തിളക്കവും ഉണ്ടായിരുന്നു. ജീവിതം അങ്ങനെയാണ്. മാറി മറിയുന്ന സാഹചര്യങ്ങൾ, പ്രതീക്ഷിക്കാതെ വരുന്ന മുഹൂർത്തങ്ങൾ, ഒരിക്കലും തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരാൻ സാധ്യതയില്ലാത്ത വ്യക്തികളുടെ കടന്നുവരവ്. അതാണ് ഹർഷൻ്റെയും അബിയുടെയും ജീവിതം. ഒരു നാടകക്കാരിയായി വന്നവളുടെ പ്രയാണം. ഈ പ്രയാണം ഇവിടെ തീരുകയാണ്. ഈ സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നാൾ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു.